ധ്യാനകഥ സ്നേഹം. ധ്യാനസാധകൻ തൻ്റെ നിത്യസാധനാദികൾ ചെയ്തതിനു ശേഷം ദിവസവും ഒരു തുണ്ട് കടലാസിൽ എന്തോ എഴുതി ഗുരുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ ഇരിക്കുന്ന ചെറിയ കുടുക്കയിൽ നിക്ഷേപിക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്രമേണ കുടുക്ക നിറഞ്ഞു. ധ്യാനസാധകൻ ആ കുടുക്ക തട്ടിൻ പുറത്തു കൊണ്ടുവച്ചു. അടുത്ത ദിവസം മറ്റൊരു കുടുക്കയിൽ ഇതേ കാര്യം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ തട്ടിൻപുറം വൃത്തിയാക്കുന്ന സമയം ഗുരു ധാരാളം കുടുക്കകൾ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു. കൗതുകത്തോടെ ഗുരു ധ്യാനസാധകനോട് ചോദിച്ചു, ഇവയെല്ലാം പ്രിയൻ്റേതല്ലേ? ധ്യാനസാധകൻ പറഞ്ഞു, അതേ ഗുരു, എൻ്റെ ഒരു എളിയ അപേക്ഷ സാധന കഴിഞ്ഞ് ദിവസവും എഴുതി കുടുക്കയിലിടുന്ന പതിവുണ്ട്. ധ്യാനഗുരു അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും അപേക്ഷകളോ? ധ്യാനസാധകൻ വിനയത്തോടെ ഗുരുവിനോട് പറഞ്ഞു, ഒരു അപേക്ഷ മാത്രം തന്നെയാണ് ഗുരു, പക്ഷേ ദിവസവും അപേക്ഷിക്കുന്നു എന്ന് മാത്രം. ധ്യാനഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിനോട് പ്രിയൻ അപേക്ഷിക്കുന്നത് എന്താണ്? നമ്മളോട് ഒന്ന് പറയൂ. ധ്യാനസാധകൻ ഒരു കുടുക്ക പൊട്ടിച്ച് അതിലെ ഒരു തുണ്ട് ഗുരുവിന് നേരെ നീട്ടി. ഗുരു ആ തുണ്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: പരമ സ്നേഹനിധിയായ ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ ജന്മങ്ങളെല്ലാം എൻ്റെ ഗുരുവിനോടൊപ്പം ആയിരിക്കണമേ. കാരണം അങ്ങയുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് ഗുരുവിലൂടെയാണ്. ആ ധ്യാനസാധകൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പിയത് ഗുരുവിന് കാണുവാനായില്ല. അതുപോലെ ഗുരുവിൻ്റെ കണ്ണ് നിറയുന്നത് ധ്യാനസാധകനും കാണുവാൻ സാധിച്ചിരുന്നില്ല. ഒരു തുള്ളി വെളിച്ചം. ഹൃദയത്തിൻ്റെ ഭാഷ കണ്ണുകൾക്കറിയാം. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.